അറിയോ ഒളിമ്പിക്സ്? എന്ത് ഒളിമ്പിക്സാ? എനിക്കൊരു ഒളിമ്പിക്സ് ഇഷ്ടമല്ല. മോളിക്കോട്ടെ എന്ത് ഒളിമ്പിക്സ് ഇരിക്കുന്നു. അമ്മേന്റെ മുത്താരാ. ഹലോ സ്റ്റാർട്ട് പറഞ്ഞു. ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവക്കറിയുന്ന ഏതോ ഭാഷയല്ല അവള് സ്വാഗതം പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരെ നമ്മളിപ്പോ 2-3 ദിവസമായിട്ട് നമ്മുടെ സ്റ്റുഡിയോന്റെ ഹോം മെയ്ഡ് സ്റ്റുഡിയോന്റെ പരിപാടിയിലായിരുന്നു. നമ്മുടെ തൊഴുത്ത് സ്റ്റുഡിയോ ആക്കി എടുക്കുന്നതിന്റെ പരിപാടിയിലൊക്കെ ആയിരുന്നു. പറഞ്ഞോ. പിന്നെ എന്താ പറയാനുള്ളേ? മുഖത്ത് തേച്ചെന്ന് ഇവിടെ ക്രീം ഇട്ടാന്ന് പറയുന്നത് നമ്മള് കളിമണ്ണ് കുഴച്ചതല്ലേ പറയുന്നത്. അപ്പൊ കൂട്ടുകാരെ നമ്മളിപ്പോ 2 ദിവസമായിട്ട് നമ്മൾ കളിമണ്ണിന്റെ പുറകെയൊക്കെയായിരുന്നു. കളിമണ്ണും സിമെന്റും കൊണ്ടൊക്കെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. അതെ, നമ്മുടെ സ്റ്റുഡിയോ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, നല്ല നിങ്ങൾ ഒരുപാട് ആൾക്കാർ കമന്റ്സ് വഴി അറിയിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, നമുക്ക് പുതിയ ഐഡിയാസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ എന്തായാലും 2-3 ദിവസമായിട്ട് വർക്കല്ലേ, അപ്പൊ നമ്മൾ റെസ്റ്റ് എടുക്കാണ്. എന്താ സംഭവം വെച്ചാൽ നമ്മള് നമ്മുടെ പണി ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ കൈയൊക്കെ പൊള്ളിയിരിക്കാണ്ട്. കണ്ടോ കൈ? കണ്ടോ കൈ? സിമെന്റിനകത്തൊക്കെ കളിച്ച് കൈയൊക്കെ പൊള്ളി ഫുള്ള് സീനാണ്. പിന്നെ പൊള്ളിയിരിക്കാണ്ട്. എന്തോ എന്താ സ്കൈ, നീ എന്താ പറയണ സ്കൈ? വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് സ്കൈക്കുണ്ടല്ലോ പ്രത്യേക ഒരു എനർജിയാ അല്ലേ? പറയുന്നുണ്ട് കേട്ടോ. അമ്മയാണത്. തവള, പച്ചത്തവള. പപ്പ ഇത് കാണുമ്പോ ഞാനല്ല കേട്ടോ, ഇവള് തന്നെ പറഞ്ഞതാണ് പപ്പ. അപ്പൊ കൂട്ടുകാരെ നമ്മൾ 2-3 ദിവസമായിട്ട് പണിയായിട്ട് എനിക്കാരൊന്നും പറയട്ടെ, ചിരി വരെയുണ്ട്. കഴിഞ്ഞോ? ഇച്ചേന്റെ കൈ പൊള്ളിയതുപോലെ തന്നെ എന്റെ കൈയൊക്കെ ഇവിടെ ഇങ്ങനെ കുത്തി കീറിയിരിക്കുകയാണ് കേട്ടോ. വരയ്ക്കുന്നത് കാരണം അതിൽ നിന്നുള്ള കുഞ്ഞു കുഞ്ഞു കല്ലും അതും ഇതൊക്കെ കൊണ്ട് കുഞ്ഞു കരികൾ കൈ കീറിയിട്ട് കീറുവാണ്. അപ്പൊ നല്ല പെയിൻ ഉണ്ട്. നമ്മൾ അരിച്ചെടുത്തിട്ടില്ലായിരുന്നല്ലോ കളിമണ്ണ. അപ്പൊ അതുകൊണ്ട് അതിന്റെ കുഞ്ഞു തരികളൊക്കെ ഇട്ട് നല്ലോണം ഒരഞ്ഞിട്ട് നല്ല മിനുസാക്കലല്ലായിരുന്നോ? ഭയങ്കര മൂച്ച് കയറിയിട്ട് രണ്ടുപേരിൽ ആരാണ് ആർത്തിയോ? അല്ല, രണ്ടുപേരിൽ ആരാണ് വാശി കയറൂലേ, ആരാ നന്നായിട്ട് മിനിക്കുന്നേന്ന്. എനിക്ക് പണി കിട്ടി. അപ്പൊ ഇന്നെന്തായാലും നമുക്ക് നമ്മുടെ പണി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് ഇന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ മാത്രമല്ല ഇന്ന് നമുക്ക് റെസ്റ്റ് അനിവാര്യമാണ്. 2-3 ദിവസമായിട്ട് നല്ല പണിയായിരുന്നു കേട്ടോ. കാണുമ്പോലെ നിങ്ങൾ 2-3-10 മിനിറ്റിൽ കാണുന്ന പോലെ എല്ലാ കൂട്ടുകാരെ കാര്യങ്ങൾ നമ്മള് ഇപ്പൊ തൊട്ട് നടത്തുന്ന സംഭവം അല്ലേ. നമ്മൾ ആ തൊഴുത്ത് ഇങ്ങനെ ആക്കി ഇപ്പൊ തന്നെ വലിയൊരു ആക്കി എടുക്കുന്ന തന്നെ കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ഇന്ന് റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം അച്ചാറിന്റെ കാര്യങ്ങളൊക്കെ പിന്നെയും നമ്മുടെ വീഡിയോയിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാന്ന് വിചാരിച്ചു. കാരണം കുറേ പേര് മെസ്സേജ് അയക്കുന്നു, ഇപ്പൊ അച്ചാറില്ലേ. ഞാൻ മെസ്സേജ് അയച്ച് മടുത്തേട്ടാ. കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മൾ അച്ചാർ ഇടുന്നതിലേക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. അച്ചാർ ഇടുന്നുണ്ട് നമ്മൾ, പക്ഷെ വീഡിയോസിനകത്ത് നമ്മൾ കാണിക്കുന്നില്ലെന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇന്നാടെ ഇപ്പൊ അച്ചാർ ഇടുന്നുണ്ട്. ഇന്നിപ്പം ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോ അതിന് ബോട്ടിലേക്ക് ആക്കണം ഇപ്പൊ രാത്രിയായിപ്പം. അപ്പൊ അതിന്റെ പരിപാടികളൊക്കെയാണ് കേട്ടോ ഇന്ന്. അപ്പൊ അത് കാണിച്ചു തരാം. അതും ഇതും നമ്മുടെ ഒരു ഫാമിലി ടൈമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അല്ലേ? അതെ. അതുപോലെ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോസിന് കമന്റ് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, ലൈക്ക് ചെയ്യുന്നതും കമന്റ് ചെയ്തതായിട്ട് ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പൊ നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമന്റ്സ്, നമ്മുടെ വീഡിയോസിന് ഇനി കമന്റ്സ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ആൾക്കാരിൽ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എല്ലാ ആഴ്ചയിലും നമ്മൾക്ക് ഒരു നല്ലൊരു കമന്റ് നോക്കി നമ്മൾ സെലക്ട് ചെയ്യും. അയാൾക്ക് നമ്മുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടാവും കേട്ടോ. എല്ലാ വീക്കിലും നമ്മൾ സൺഡേ ആണ് നമ്മൾ ചൂസ് ചെയ്യുക ഏത് കമന്റ് ആണെന്ന്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടുന്ന കമന്റില് ഏറ്റവും ഫൺ ആയിട്ടുള്ളതും അതേപോലെ ഭയങ്കര എന്താ പറയാ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമന്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആ 2 കാര്യമുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമന്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ആ കമന്റ് ഇട്ട ആൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാവണം, നമ്മൾ സബ്സ്ക്രൈബറും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വീക്ക്ലി എല്ലാ വീക്കിലും നമ്മൾ ചൂസ് ചെയ്യും. നമ്മുടെ വീഡിയോസിനകത്ത് എല്ലാത്തിലുള്ള വീഡിയോസിനകത്തും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക. വീക്കിലി വൺസ് എല്ലാ ഞായറാഴ്ച നെക്സ്റ്റ് സൺഡേ ആണ് നമ്മുടെ ഫസ്റ്റത്തെ ആളെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വന്തം വക ഒരു ഗിഫ്റ്റ് നമ്മൾ അയച്ചു കൊടുക്കും. അത്
അപ്പോൾ ഞങ്ങൾ കുറച്ചായി പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇനി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് കൂട്ടുകാരെ. നമ്മളൊരു ഗീവ് അവേ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അച്ചാറിന്റെ സമയത്ത്. അച്ചാറിന്റെ ഗീവ് അവേ സമ്മാനം നമ്മുടെ കൂട്ടുകാർക്ക് കൊടുത്തിട്ടില്ലല്ലോ. അപ്പം അതെന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ കമന്റ്സ് ചെയ്യുക. അതായത് ഏറ്റവും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമന്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ട് നമ്മൾ അയച്ചു ചെയ്യും. ഞങ്ങൾ അച്ചാറിന്റെ പരിപാടി നോക്കാൻ പോവാ. അച്ചാർ ഇപ്പൊ ടിന്നിലേക്ക് ഇടാൻ വേണ്ടി പോവാ. മോളിക്കൂട്ടം നാടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മോളിക്കൂട്ടം നാളെ ടിന്നൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കഴിഞ്ഞ ഉണ്ടായിരുന്ന പുതിയ മോളെ ടിന്നിന്റെ അത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ കുറച്ച് അർജന്റായിട്ട് വന്നിട്ട് ഒരു ഓർഡർ വന്നു. നാളത്തേക്ക് അർജന്റായിട്ട് ഒരു ഓർഡർ അയക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ പോയിട്ട് വാങ്ങിയിട്ട് വന്ന ടിന്നാണ് കേട്ടോ. അതാണ് നമ്മുടെ ടിൻ ഇങ്ങനെ ഇരിക്കുന്നത്, ഈ ടൈപ്പ് ടിൻ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്നാണ് നമ്മൾ പണ്ടൊക്കെ കണ്ടുകൊണ്ടിരുന്ന പോലെ തന്നെ നമ്മുടെ പിക്കിൾസിന്റെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ കൂട്ടുകാർ വന്നിട്ടുണ്ടാവും. അപ്പൊ അവർക്കൊന്നും അറിയത്തില്ല ഇതിനെ കുറിച്ചിട്ട്. അപ്പൊ നമ്മൾ കുറെ അച്ചാറുകൾ ഇടുന്നുണ്ട്. നമ്മുടെ മമ്മി ഇടുന്ന ഹോം മെയ്ഡ് പിക്കിൾസ് ആണ് കേട്ടോ കൂട്ടുകാരെ. ബീഫ് അച്ചാറുണ്ട്, ചിക്കൻ അച്ചാറ്, മാങ്ങ അച്ചാറ്, പൊന്നിനെ ഫോൺ എടുത്തോണ്ട് വന്നിട്ടോ പെണ്ണ്. തരൂരാന്നോ? ആരെ വിളിക്കാനാ? അപ്പല്ല അപ്പൊ ഇവിടെ നിക്കുന്നേ. കൈ ഇവിടെ നിക്ക്. സ്കൈ ഒളിച്ചോ. സ്കൈ ഒളിച്ചിരുന്നോ? കരിങ്കാളിയല്ലേ കളിക്ക്. കരിങ്കാളിയല്ലേ. കരിങ്കാലിയല്ലേ അത് കളിയാണ് കേട്ടോ. കളിയാ. ചെലപ്പോ കാണിക്കൂട്ടോ, ചെലപ്പോ കാണിക്കത്തില്ല. ചെലപ്പോ ഒളിഞ്ഞു അപ്പൊ ഞാൻ മെഷീനൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വെക്കട്ടെ കേട്ടോ. നമുക്ക് സീരിയാളെ മെഷീനൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കണം. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ കുഞ്ഞിപ്പെണ്ണ് ചാടിക്കുന്നത് പിടിക്കും. അതാണ് ഒരു പ്രശ്നം. കുഞ്ഞിപ്പെണ്ണ് അത് ഭയങ്കര ചൂടല്ലേ മെഷീൻ. സാധാരണ നമ്മൾ സീൽ ചെയ്യുന്ന സമയത്ത് കുഞ്ഞിപ്പെണ്ണ് ഉറച്ചിട്ടാണ് സീൽ ചെയ്യാറ്. അല്ലെ കുഞ്ഞിപ്പെണ്ണ് നേരത്തെ ഉറങ്ങി എണീച്ചുകൊണ്ട് എന്താ നടക്കത്തില്ല, ഉറക്കിയിട്ട് നമ്മൾ സീൽ നടക്കത്തില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് നോക്കണം ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. വലിക്കും. ഒരു പ്രാവശ്യം അത് വലിച്ചിടാനൊക്കെ നോക്കിയതാട്ടോ. അത് കാരണം നമ്മളിപ്പോ കുഞ്ഞിപ്പെണ്ണിനെ നിർത്തിയിട്ടൊന്നും ചെയ്യലില്ല കേട്ടോ. അടുക്കളയിലും കയറ്റാൻ പറ്റില്ല, ഇവിടെ കയറ്റാൻ ഒരു സാധനം ചെയ്യുമ്പോ കയറ്റാൻ കൊള്ളത്തില്ല. അവളെ കുറുമ്പ് കൊള്ളത്തില്ല പറയല്ലേ, പ്രായത്തിന്റെ ജോലി. അയ്യോ അവന്റെ ഹീറോ. ആദ്യം അവന്റെ ലാപ്പിന് പോയി അടിക്കുമ്പോൾ ഇങ്ങനെയുണ്ടോ കുറുമ്പ് എന്ന് പറയുന്ന ആള്. വലുതായിട്ട് വീഡിയോ കാണുമ്പോ ഞാൻ ഹീറോ അല്ലേ? ചെയ്യുന്നത് ആദ്യം ഇവനാട്ടോ. ഇച്ചന്റെ മൗസും ലാപ്പും ഒന്ന് പൊട്ടിക്കും. മൗസ് കണ്ടോണ്ടല്ലോ ആരെ വിളിക്കുന്നേ? ആരെ വിളിക്കുന്നേ? പപ്പേനെയാണോ? ഹലോ. ഇയാള് ഷെഫോ? ഷെഫ് എപ്പോഴും വഞ്ഞ് ഞങ്ങളുടെ തലയിൽ ക്യാപ്പൊക്കെ ഇട്ടിട്ട് പിക്കിൾ നിറയ്ക്കാൻ വേണ്ടി പോകാം കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് വേണം ക്യാപ്പ്. അമ്മേന്റെ മുത്താരാ. ഇടയ്ക്ക് സ്കൈനെ കളിപ്പിക്കാൻ വേണം കേട്ടോ. ചില നേരത്ത് കളിക്കാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. ഒന്നെങ്കിൽ എന്നെ വിളിക്കുമല്ലോ. ഇനി നിർത്താൻ പറ്റില്ല. അപ്പേനോട് പറ. എന്തോ കണ്ടോ എന്നെ അവനെ വിളിക്കുന്ന രീതി കേട്ടോ. അമ്മ അത് പറഞ്ഞ സ്നേഹം ഉണ്ടല്ലോ. വേറെ വീട്ടിൽ സ്നേഹം കിട്ടത്തില്ല പറയത്തില്ലേ? രണ്ടുപേരോട് സ്നേഹമാണ്. എന്തിനാണ് കുഞ്ഞു എന്നെ മടിയിൽ കിടക്കുന്നുണ്ട്. അയ്യോ അപ്പൊ എനിക്ക് പൊഞ്ഞ് ചാഞ്ചക്കം വെച്ചോട്ടോ. കണ്ണട ചോട്ടോ അല്ലെ കണ്ണി കുത്തുവേ. അവിടെ നോക്കിയിട്ട് ഇതിന്റെ കണ്ണിട്ട് ഒറ്റ കുത്തായിരിക്കും.
അങ്ങനെ കണ്ണ് തുറന്നിട്ട് കുത്താനാട്ടോ. എന്തിനാണ് പറഞ്ഞു കൊടുക്കുന്നത്? പെണ്ണിനാണ്ടോ നേച്ചനെ മടി കിടക്കുമ്പത്തേക്ക് എന്നെ പിടിച്ചിട്ട് ഉന്തുവാ. എന്റെ അപ്പയാ കൈ, എന്റെ അപ്പ. അയ്യോ മുഖത്തിനാണോ? അപ്പൊ ഒരു കുഞ്ഞു അടങ്ങിക്കോട്ടോ. വാവോ വാവോ വാവോ. എന്നെ നോക്കുന്നത് അവൾക്ക് ഇഷ്ടവാ. അയ്യോ ഇങ്ങനെ വാവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മൂക്ക് പറഞ്ഞു. അയ്യോ അവക്കൂടെ കിടക്കാനാട്ടോ. എന്റെ ദൈവമേ ചാഞ്ചിക്കാൻ വെച്ചോച്ചോ. ബാബു അപ്പൊ നമ്മൾ അച്ചാറുകളൊക്കെ ടിന്നിലേക്ക് നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ 250 ഗ്രാമോ. ഞാൻ ഇത് 250 ഗ്രാമിന്റെ കൂട്ടിലുണ്ട് നമ്മുടെ അത് 200 അല്ലേ? 250 ഗ്രാം ബീഫ് അച്ചാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 500 ഗ്രാമിന്റെ ബീഫ് അച്ചാറുണ്ട്. അപ്പൊ നമ്മുടെ ബീഫ് അച്ചാർ വേണ്ടവർ ഓർഡർ ചെയ്ത് 250 ഗ്രാമിന്റെ ഉണ്ട്, 500 ഗ്രാമിന്റെ ഉണ്ട്. നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല ഇന്ന്. സ്റ്റിക്കർ ഒന്നും ഒട്ടിക്കൂല കേട്ടോ. സ്റ്റിക്കർ നാളെ ഒട്ടിക്കുന്നത്. ഫ്രിഡ്ജിന് കൊടുത്തേക്കുക. ഇത് കണ്ടോ, ഇത് മാങ്ങാച്ചാറിന്റെ സ്റ്റോക്ക് ആണ് കേട്ടോ. ഇത്രയും മാങ്ങാച്ചാറുണ്ട് നമ്മുടെ പുതിയ മാങ്ങാച്ചാർ 250 ഗ്രാമിന്റെ. ഇത് ഈ മാങ്ങാച്ചാർ വെറും മാങ്ങാച്ചാറല്ല, നമ്മുടെ മുന്നിലെ മാവിന്റെ ആയിരുന്നു. ഇത് മുന്നിലല്ല, പുറകിലെ മാവ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇത് ഒരിക്കലും അലുക്കില്ല. അലുക്കൂലേ? ഇത് അലുക്കത്തില്ലാത്ത മാങ്ങയാ. അങ്ങനെയുണ്ടോ? നല്ല ആ ഇട്ട പോലെ ആ ഫ്രഷ് ആയിട്ട് കടുകിട് കിട്ടില്ലേ, അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അലുത്ത് പോകുന്നില്ല. ഇതിനിടയ്ക്കാണ് കുഞ്ഞിപ്പെണ്ണിന് നൈസായിട്ട് ഒരു വയറുവേദന വന്നായിരുന്നു. അതുകൊണ്ടാട്ടോ വീഡിയോ നിറയ്ക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ശരിക്കും തൊപ്പിയിട്ടുള്ളൂ. ഞാനൊന്നിനും കൂടി കുഞ്ഞു തൊപ്പിയിട്ട് കഴിഞ്ഞപ്പോൾ കുഞ്ഞിപ്പെണ്ണ് വയറുവേദന വന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണ് പൊരിഞ്ഞ കരച്ചില് ഷാടല്ല കേട്ടോ. അപ്പൊ കൂട്ടുകാർ നമ്മുടെ പിക്കിൾസ് ഒക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് എന്താ പരിപാടി എന്ന് വെച്ചാൽ കുഞ്ഞുനെ കാണല്ലോ. കുഞ്ഞു എന്താ പരിപാടി കാണിക്കാം കേട്ടോ. ഇവിടെ കണ്ടോ ഒളിമ്പിക്സ് കാണുവാണേ പപ്പ. കണ്ടോ ജാവലിൻ ത്രോയാണ്. കുഞ്ഞിപ്പൊന്ന് കാണുന്നുണ്ട്. ഇത് ഊരിയില്ല ഊരിയില്ല. വേറെ സാധനം പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പുതിന ചപ്പ് നമ്മൾ മിക്സിന്റെ ജാറിലേക്ക് ഇടുന്നു. കണ്ടോ ഇങ്ങനെയാവൂലേ? ചെയ്തിട്ട് ഇനി നമ്മൾ അരച്ച പേസ്റ്റും കൂടി ഇട്ടിട്ട് കൈ പോകാതിരുന്നാൽ മതി. ഒന്നാമത് പൊള്ളിയിരിക്കുവാണ് കേട്ടോ. അതിന്റെ കൂടെ മസാലയും കൂടെ നല്ല രസമായിരിക്കും കഴിക്കണം. നീറ്റായിരിക്കും. പൊള്ളിയതല്ല ഈ എന്റെ കണ്ടോ, എന്റെ ഈ പുള്ളി കൊമളിച്ചിരിക്കുന്നുണ്ടോ? ഇവിടെ കണ്ടോ നല്ല വേന ഇടത്തുടുമ്പട്ടെ. എനിക്ക് കുഞ്ഞു കുഞ്ഞു കല്ല് കൊണ്ടിട്ട് മുറിഞ്ഞതാ. നല്ലോണം ഇങ്ങനെ വെച്ചിട്ട് ഒരു മണം വരുന്നുണ്ടോ? മണം വരുന്നുണ്ടോ? ഉണ്ട് ഇല്ലേ? പുതിനച്ചപ്പിന്റെ മണമുണ്ട്. പുതിനച്ചപ്പിന്റെയും കുറച്ച് മല്ലിച്ചപ്പിന്റെയും കുറച്ച് കുറവുണ്ട് കേട്ടോ. പക്ഷേ മല്ലിച്ചപ്പില്ലേലും കുഴപ്പമില്ല. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിന്റെ ഒക്കെ ആ ഒരു ഫ്രഷ് ചെയ്തതിന്റെ മണം വേറെ തന്നെ കേട്ടോ. അപ്പൊ നമ്മളിത് വറുത്തിട്ട് നമ്മൾ കറി വെക്കും. കറി വെക്കാനാ? പക്ഷെ ഇന്ന് നമ്മളിത് വറുത്തിട്ട് തിന്നും. കറി വെക്കാൻ സമയം കഴിഞ്ഞു. സമയം ഇപ്പൊ അച്ചാറൊക്കെ നിറച്ച് സമയം 11 മണിയായിട്ട് രാത്രി. ഇനിയിപ്പം പെട്ടെന്ന് തന്നെ സാധനം സെറ്റ് ആക്കിയിട്ട് നമുക്ക് കഴിക്കാനുള്ള കാര്യം നോക്കാം കേട്ടോ. അപ്പൊ അപ്പനെ കൂടെ വന്നിട്ട് കുഞ്ഞിപ്പടപ്പ് ഒളിമ്പിക്സ് കാണാം കേട്ടോ. അമ്പച്ചോ പെണ്ണൊന്നും മനസ്സിലാവുന്നില്ല തോന്നുന്നു കണ്ടിട്ടെ. അറിയോ ഒളിമ്പിക്സ്? എന്തോ ഒളിമ്പിക്സ്? എനിക്കൊരു ഒളിമ്പിക്സ് ഓടിക്കോട്ടെ. എന്താ ഒളിമ്പിക്സ് ഇരിക്കുന്നത്? അച്ചാറിടാൻ സമയമില്ല. അപ്പോഴാണ് കോഴിക്കോടിന്റെ ഒളിമ്പിക്സ്. ഇവിടെ എത്ര കാര്യങ്ങൾ. എന്റെ അപ്പൊ കൂട്ടുകാരെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണ്. അപ്പൊ ഭക്ഷണം കഴിക്കുന്നു. സാമ്പോ അച്ചാറിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കണേ.
എന്താ പരിപാടി? നമ്മുടെ മാങ്ങാച്ചാറ് വന്നിട്ടുണ്ട് കേട്ടോ. മാങ്ങാച്ചാറ്, ചിക്കൻ വറുത്തതും, തൈരും, പിന്നെ ക്യാബേജ് ക്യാബേജ് ആയിക്കോട്ടെ ചേച്ചി. ഹലോ, ഓക്കെ, പറഞ്ഞ പോലെ തന്നെ. എന്റെ പൊന്നെ, അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഇനിയിപ്പോ കുഞ്ഞു അപ്പൊ അത്രയുള്ള വീഡിയോ മറ്റു വീഡിയോ നാളെ കാണാം. ഓക്കേ, ഇനി എല്ലാവരുടെ അടുത്തും വരും.